ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ദൈവത്തോളം വലിപ്പമുള്ള വചനം ഇന്ന് നിങ്ങളോട് പറയാൻ പോകുകയാണ്. വചനം കേൾക്കുമ്പോൾ വചനത്താൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹം കർത്താവ് തരും. വചനം പറയുന്നതിന് മുമ്പ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തൊരു ഫാമിലിയുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ ബ്ലെസ്സഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ തൊടുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ ശക്തിയും നിൻ്റെ കൃപയും നിൻ്റെ ആത്മാവും ഇറങ്ങി അവർക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. വചനം കേൾക്കുന്ന മക്കളെ അനുഗ്രഹിച്ചാട്ട് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിൻ്റെ വചനം ശ്രദ്ധിക്കാം. ആവർത്തന പുസ്തകം എടുക്കാം. ഡ്യൂട്രോണമി 30-ാം അധ്യായം എടുക്കാം. വളരെ ഗഹനമായ ഒരു വാക്യത്തിലേക്ക് നമ്മൾ വരികയാണ്. 9-ാമത്തെ വാക്യവും 10-ാമത്തെ വാക്യവും നിന്റെ ദൈവമായ യഹോവ എന്ന് തുടങ്ങുന്ന ഭാഗം വേണം വായിച്ചു തുടങ്ങാനായിട്ട്. നിന്റെ ദൈവമായ യഹോവ നിന്റെ കൈകളുടെ സകല പ്രവൃത്തിയിലും നിന്റെ ഗർഭഫലത്തിലും മൃഗഫലത്തിലും കൃഷിഫലത്തിലും നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി നൽകുകയും ചെയ്യും. നിനക്ക് നന്മയ്ക്കായി അഭിവൃദ്ധി തല്ലാൻ പോകുകയാണ്. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നീ നോക്കി കാണുന്ന മേഖലയിൽ മറ്റുള്ളവരെ വിളിച്ച് കാണിക്കത്തക്ക രീതിയിൽ നിന്റെ കൂടാരത്തിനകത്തു ദൈവം അഭിവൃദ്ധി തരട്ടെ. ഈ യോബിന് വലിയ പ്രതിസന്ധി ഉണ്ടായേ. തൻ്റെ ഭാര്യ ഉപേക്ഷിച്ചു, തൻ്റെ കുഞ്ഞുങ്ങൾ മരിച്ചുപോയി, സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു. യോബിൻ്റെ ഒരു കൂട്ടുകാരൻ പറയുക, സർവശക്തങ്ങളിലേക്ക് നീ തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. ഒരാമീൻ വരുന്നില്ല എന്ന് പറഞ്ഞ സാത്താൻ ഇപ്പൊ ഒരുക്കി വെച്ചേക്കുന്ന നിന്റെ കൺമുമ്പിലെ പ്രദർശനം ഉണ്ടല്ലോ, അതിലെല്ലാം കൂടെ ചുരുട്ടി വാരി മൂലയിലോട്ട് വെച്ചേച്ച് നീ ദൈവത്തിന്റെ അഭിവൃദ്ധി കാണാമോ? നിന്റെ കൂടാരത്തിനകത്ത് ചില ബാഡ് സിറ്റുവേഷൻ ഇട്ട്, നിന്റെ കൺമുമ്പിൽ ഭീകര അന്തരീക്ഷം ഇട്ട്, നിന്റെ കൂടാരത്തെ തകർക്കുന്ന ചില പദ്ധതികളെ എന്റെ ദൈവം ചുരുട്ടി മാറ്റി. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ആ വാക്യം നമുക്കൊന്ന് വായിക്കണം. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് ആ വാക്യം നമ്മളൊന്ന് വായിച്ചു കേൾക്കാം. യോബിന്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ആ വാക്യം എടുക്കാം. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം 23-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. സർവശക്തങ്ങളിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. നീ അഭിവൃദ്ധി പ്രാപിക്കും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ, ഇപ്പൊ നീ ഏത് റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്നോ അതിന് ഓപ്പോസിറ്റ് ക്രിസ്തുവിലേക്ക് നിന്റെ നോട്ടം എത്തിയാൽ നീ അഭിവൃദ്ധി പ്രാപിച്ചിരിക്കും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നീ അഭിവൃദ്ധി പ്രാപിക്കുക മാത്രമല്ല, നിന്റെ അഭിവൃദ്ധി നാടെങ്ങും പ്രസിദ്ധമാകട്ടെ. തിമോത്തിയോസിന്റെ ലേഖനത്തിലോട്ടൊന്ന് വരാം. തിമോത്തിയോസിന്റെ ലേഖനം, തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 13, 14, 15, 16 വാക്യങ്ങൾ. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കാം. മൂപ്പന്മാരുടെ കൈവപ്പോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടതിന് ഇത് കരുതുക. ഏത് കരുതണം? വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിക്കുക. എന്തിന്? നിന്റെ അഭിവൃദ്ധി നാടെങ്ങും പ്രസിദ്ധമാകാൻ. ഒരാമീൻ വരുന്നില്ല. എടാ, ദൈവം അഭിവൃദ്ധി കൊടുത്ത ഒരു കുടുംബത്തെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. ദാവീദ് ഇസ്രായേലിന്റെ രാജാവായിരിക്കുമ്പം യഹോവയുടെ പെട്ടകം കുന്നിന്മേലുള്ള അബീദാദാവിൻ്റെ വീട്ടിലിരിക്കുക. ദാവീദിനൊരു ആഗ്രഹം, പെട്ടകം ഇസ്രായേലിലേക്ക് കൊണ്ടുവരണം.
ദാവീദ് 30,000 വിരുദ്ധന്മാരെയും കൊണ്ട് പെട്ടകം എടുക്കാൻ ചെന്നു. ദാവീദിന് തെറ്റിപ്പോയി. വിരുദ്ധനല്ല പെട്ടകം എടുക്കേണ്ടത്, വിശുദ്ധനാ പെട്ടകം എടുക്കേണ്ടി. ചിലർ പറയും, അനുബ്രദർ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? സ്തോത്രം. അത് അന്നത്തെ കാലം ഇന്നത്തെ. പക്ഷെ ഞാൻ പറയാം, കാലം ഏത് മാറിയാലും മനുഷ്യൻ്റെ അവസ്ഥ മാറാം, ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. ഉണ്ടെന്നില്ല. പണ്ടൊക്കെ നമ്മൾ കാലയിലിടാൻ ചെരുപ്പില്ലായിരുന്നു. ഉണ്ടായിരുന്നോ? ചെരുപ്പില്ലാതെ. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അറിയത്തില്ല, കാര്യം അവർക്ക് 20 ജോഡി ചെരുപ്പുണ്ട്. പണ്ടൊക്കെ ചെരുപ്പുണ്ടായിരുന്നു? ഇല്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പിൻ്റെ വള്ളി പൊട്ടുമ്പോൾ നമ്മൾ അവിടെ ആരും കാണാതെ ഇരുന്ന്, ആരും ചെയ്തിട്ടില്ലാത്ത പോലെ കണ്ടു. ചെറുതൊക്കെ ചെരുപ്പേൽ ഇന്ത്യയുടെ ഭൂപടമുണ്ട്. ചെരുപ്പിടുന്നതന്നെ ഉള്ളു, കാല് തറയില്ല അങ്ങോട്ട്. അന്നൊക്കെ. ഇപ്പോൾ ഒക്കെ ആർക്കാ അതിന് കുറവ്? ഏത് വീട്ടിൽ ചെന്നാലും ഒരാ കാറ് വഴി ചെരുപ്പുണ്ട്. ഇങ്ങോട്ട് നോക്കും. പിന്നെ കാലമൊക്കെ പോയി. പിന്നെ സൈക്കിളായി, ഹെർക്കുലീസിൻ്റെ സൈക്കിള്. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ബജാജിൻ്റെ സ്കൂട്ടറായി. പിന്നെ അങ്ങോട്ട് പുരോഗമിച്ചു. പിന്നെ കവാസാക്കിയായി, ഹീറോ ഹോണ്ട ആയി, പൾസറായി. പിന്നെ വേണ്ട, പിന്നെ അങ്ങോട്ട് പുരോഗമിച്ചു. മാരുതിയായി, ഇൻഡിക്കായി. പിന്നെ അങ്ങോട്ട് ഉയരാൻ തുടങ്ങി. സ്കോർപിയോ ആയി, പിന്നെ ഇനോവ ആയി, പിന്നെ അങ്ങോട്ട് ഫോർച്യൂണറായി, പിന്നെ അങ്ങോട്ട് പൊങ്ങി ഓഡിയായി, ബെൻസായി. പിന്നെ എന്തുവാ, പിന്നെ പറഞ്ഞാൽ തീരാത്തതെല്ലാം ഉണ്ട് ഇപ്പം. ഇനി ഇച്ചൂടെ കഴിയുമ്പോൾ കാലം പിന്നെയും പുരോഗമിക്കും. ഹെലികോപ്റ്ററൊക്കെ കൊണ്ട് ചർച്ചിൻ്റെ മേളിൽ പാർക്ക് ചെയ്തേച്ച് താഴെ ഇറങ്ങി ആരാധിക്കും. ഇച്ചൂടെ കഴിയുമ്പോൾ ചർച്ചിൻ്റെയൊക്കെ ഒത്തിരി ചർച്ച് കൂടുന്നിടത്ത് എയർപോർട്ട് വരും, മിനി എയർപോർട്ട്. ഫ്ലൈറ്റ് കൊണ്ട് പാർക്ക് ചെയ്തേച്ചു അങ്ങനെയൊക്കെ വരും. പക്ഷെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം, ചെരുപ്പില്ലാതെ വന്നാലും ചെരുപ്പിട്ട് വന്നാലും, സൈക്കിളെ വന്നാലും സ്കൂട്ടറെ വന്നാലും കാറേ വന്നാലും, ഹെലികോപ്റ്റർ പാർക്ക് ചെയ്ത് വെച്ചിറങ്ങിയാലും, ഓടിയെ വന്നാലും ബെൻസേ വന്നാലും, ആമി ഫ്ലൈറ്റേ വന്നാലും, ആമി ആരാധനയുടെ വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റവും ഇല്ല. ആരാധന കൈയടിച്ച ആത്മാവിൽ തന്നെയാ. നീ വന്നത് എങ്ങനെയാന്നല്ല ചോദ്യം, നീ ആരാധിക്കുന്നത് ആരെയാണ്? മനുഷ്യന്റെ അവസ്ഥ മാറാം, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് മാറ്റമില്ല. വിശ്വാസമുള്ളവരെ സ്തോത്രം ചെയ്യാവൂ. ഇങ്ങോട്ട് നോക്കണം പറയട്ടെ. ഇപ്പൊ ബിരുദന്മാര് പെട്ടോ എടുത്ത് വണ്ടിയെ വെച്ച്. ഇസ്രായേലിന്റെ രാജാവ് വണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ കുഞ്ഞു വണ്ടിയാണ്. അമേരിക്കയിൽ നിന്ന് ഒരു അച്ഛൻ വന്ന് കോട്ടയത്ത് വണ്ടി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഹെർക്കുലീസിന്റെ സൈക്കിൾ വാങ്ങിച്ചെന്നല്ലാണോ? ആളിന്റെ വിലയ്ക്കും നിലയ്ക്കും ഒത്ത വണ്ടി കൊണ്ട് നിർത്തുമ്പോൾ ആളാരാന്നറിയാം. ഇങ്ങോട്ട് സഹകരിക്കുക, പറയാം. ഹല്ലേലൂയ. ഇസ്രായേലിലെ രാജാവ് വാങ്ങിച്ച വണ്ടി ഏറ്റവും വിലയുള്ള വണ്ടിയുടെ വിലയല്ല പ്രശ്നം, വചനത്തിന്റെ വ്യവസ്ഥയാ വിഷയം. അവിടെ ചെന്നപ്പം ഈ പെട്ടകം ഇരിക്കുന്ന വീട്ടിലെ പിള്ളേർക്കൊന്നും ഇതറിയത്തില്ല. അവരടിച്ചാൻ ചാട്ടയും കൂട്ടുകൂടെ സാറ്റും ഒക്കെ കളിച്ച് ഇതിന് പറ്റും. അവർ വിചാരിച്ച് ഇതിനോട് ശക്തിയില്ലെന്നാ. പെട്ടകം എടുത്ത് വണ്ടിയെ വെച്ചു. അപ്പോൾ അവർ തെളിക്കാൻ ആളില്ല. അപ്പോൾ ഇവർക്ക് 2 പിള്ളേരുണ്ട്. ഒരുത്തന് പേര് ഉസ, മറ്റവരവർ അഹിയോ. അവൻ പറഞ്ഞു ഞങ്ങൾ തെളിച്ചു. അവന്മാർ നോക്കുമ്പോൾ ഷൈൻ ചെയ്യാൻ നല്ല അവസരം. ഇസ്രായേലിൻ്റെ രാജാവ്, 30,000 വിരുദ്ധന്മാർ, രാജപരിവാരങ്ങളെല്ലാം വന്നു നിൽക്കുക. അവർ പറഞ്ഞു ഞാനിട്ടു ചാടി വണ്ടി പുറത്ത് കയറി തെളിക്കാൻ തുടങ്ങി. നാഗോന്റെ കളത്തിലെത്തിയപ്പോൾ കാളയൊന്ന് വെരുണ്ടതല്ല, വെരുട്ടിച്ചതാ. ഉസാ കയറി പെട്ടകത്തെ കെട്ടിപ്പിടിച്ചു. തമ്പുരാ ഒറ്റയടി കൊടുത്തു. അവിടെ ഉസായുടെ അടക്കം കഴിഞ്ഞു. ദാവീദിന്റെ ജീവിതത്തിൽ പെട്ടകം വ്യസനമായി. ദാവീദിന് പെട്ടകം ഇസ്രായേലിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കാൻ പോവാ. 2 നിലയുള്ള വീട്ടിൽ ചെന്ന് ഹോളിമേലോട്ട് അച്ചായ മേളത്തെ നിലയുടെ വടക്കേലെ മുറിയിലോട്ട് ഇതൊന്ന് വെച്ചോട്ടെ. അവൻ എൻ്റെ പൊന്നച്ച വെക്കരുത്, തൊട്ട ചത്തു, ഞങ്ങൾക്ക് വേണ്ട. ഈ ശ്രുതി അങ്ങ് പരന്നു. അവസാനം ഓബേദേതെന്ന് പറഞ്ഞ ഒരു അപ്പച്ചനോണ്ടാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആത്മാവ് പ്രേരിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് കയറ്റി അങ്ങ് വെച്ചു. പക്ഷെ 3 മാസം കൊണ്ട് ഈ അപ്പച്ചനെ ദൈവം അങ്ങ് അനുഗ്രഹിച്ചു. അതെന്നെ അനുഗ്രഹം എന്നറിയാം. ഇസ്രായേലിന്റെ രാജാവിന്റെ കൊട്ടാരം വരെ ഉണർത്തുന്ന ഒരു അനുഗ്രഹം ഈ അപ്പച്ചന്റെ വീട്ടിൽ നടന്നു. ഒരാമയും പറയണം. എടാ, ദൈവം തമ്പുരാൻ നിനക്കൊരു അഭിവൃദ്ധി തന്നാൽ അത് നാടറിയത്തക്കവണ്ണം തരും. വിശ്വാസം ഉണ്ടല്ലേ? സ്വീകരിക്കാവൂ. ഇന്ന് പകൽ നിന്നെ നിന്ദിച്ചവരുടെ നടുവിൽ ദൈവം നിനക്ക് അഭിവൃദ്ധി തന്നു എന്ന് മറ്റൊരാളോട് സാക്ഷ്യം പറയത്തക്കവണ്ണം നിന്റെ അഭിവൃദ്ധി പ്രസിദ്ധമാണ്. അപ്പൊ ദാവീദ് മനസ്സിലായി എവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായി. വല്ലതൊക്കെ സംഭവിക്കുമ്പോഴൊക്കെ ഓർത്തോണം എന്തോ കുഴപ്പമുണ്ടെന്ന്. പുള്ളി ബൈബിൾ വായിച്ചപ്പോൾ കാണുന്നു, വിരുദ്ധനല്ല പെട്ടകം എടുക്കേണ്ടത്, വിശുദ്ധന.
അവിടെ ചെന്ന് പുരോഹിതന്മാർ പെട്ടകമെടുത്ത് തോളെ വെച്ചു. ഒരിക്കൽ വേദനിച്ചു പോയ പെട്ടകത്തെ തിരിച്ചെടുക്കാൻ കാരണം ഈ പെട്ടകം ഒരുത്തനെ അനുഗ്രഹിച്ചത് കണ്ട. 6 ചുവട് നടന്നപ്പോൾ ഒരു യാഗം. എടാ, ഈ മർമ്മം അറിയാവുന്നവന് ഓരോ 6 സെക്കൻഡ് കഴിയുമ്പോഴും ഒരു സ്തോത്രം അതരത്തിൽ നിന്ന് വരും. അത് തലയ്ക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, ഈ മർമ്മം അറിയാവുന്നതുകൊണ്ടാ. ഇസ്രായേലിന്റെ സ്തുതികളുടെ മേൽ വസിക്കുന്ന ദൈവം ഇന്ന് പകൽ നിന്റെ സ്തോത്രമെന്ന അധരാർപ്പണമായ കാളകളെ അവൻ സ്വീകരിക്കുന്ന ഒരു ആരാധന ഉയരട്ടെ. ദാവീദ് പെട്ടകത്തിന്റെ മുമ്പിൽ നൃത്തം ചെയ്തു. ഞങ്ങൾ പ്രസംഗിക്കുമ്പോൾ പെട്ടകത്തിന്റെ 5 അനുഭവങ്ങൾ പറയുമ്പോൾ 5ാമത്തെ അനുഭവമാണ് ഇത് തുള്ളിച്ചാടിക്കുന്ന പെട്ടകം. ഇസ്രായേലിന്റെ രാജാവ് പെട്ടകത്തിന് മുമ്പിൽ ദാവീദിന് നൃത്തം ചെയ്യാമെങ്കിൽ ആ സാക്ഷാൽ പെട്ടകമായവൻ നമ്മുടെ ഹൃദയത്തിൽ വാസം ചെയ്താൽ നമ്മൾ അറിയാതെ തുള്ളിച്ചാടിപ്പോവും. ന്യായപ്രമാണത്തിലെ പെട്ടകത്തിന്റെ മുമ്പിൽ ഒരു രാജാവ് നൃത്തം ചെയ്തെങ്കിൽ നിന്നെ രാജകീയ പുരോഹിത വർഗമാക്കിയിരിക്കുന്ന ദൈവം നിന്റെ അകത്ത് വസിക്കുന്ന പെട്ടകം ഇങ്ങനെ തുള്ളിച്ചാടി ദാവീദ് വരിക. ദാവീദിന് മനസ്സിലായി കുഴപ്പമില്ല, ഒത്തു പെട്ടകം റെഡിയായി. ഇത് ഇങ്ങനെ വരുമ്പോഴാണ് ഈ ദാവീദിന്റെ ഭാര്യ, പേര് പറയാോ, മീകൾ, ആ കുണം പിടിക്കാത്തവൻ്റെ മോള്, അവളിങ്ങനെ മേളത്തെ നിലയിരുന്ന് ചുണ്ടേ ലിഫ്റ്റിക്ക് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പൊ അവക്കൊരു നാണം കേട്, ഇസ്രായേലിന്റെ രാജാവ് ഇങ്ങനെ തുള്ളിച്ചാടി വരുന്ന കാണുമ്പം. അതുകൊണ്ടില്ലേ ചിലൊക്കെ കൈയടിക്കുമ്പോൾ പോലെ സ്റ്റൈലിൽ ഹല്ലേലൂയ. അപ്പൊ ഇവള് ഒരു വരവ് മേളിൽ നിന്ന് ഒരു കൈയിൽ ലിഫ്റ്റിക്കും മറുകൈ പിടിച്ചോണ്ട് രാവിനോട് ചോദിക്കാം, നീ ആരാ? ഇസ്രായേൽ രാജാവ്, നീ ആരുടെ മുമ്പിലാ നൃത്തം? പെട്ടകത്തിന് മുമ്പിൽ നീ ഇങ്ങനെ. അവൻ അങ്ങോട്ട് പറഞ്ഞു, മാറി നിൽക്കാൻ പറഞ്ഞു. നിന്റെ അപ്പനായ ശൗല് തരാത്ത തെരഞ്ഞെടുപ്പാ ദൈവം എന്നെ തെരഞ്ഞെടുത്തു. ചരിത്രം പഠിച്ചാൽ ആരാധന തടഞ്ഞവിടെ ഉദരം അടഞ്ഞുപോയി. യേശുവിന്റെ നാമത്തില് ഇന്നിവിടെ ആരാധന ഉയരുമ്പോൾ, യെസ്, ദാവീദിനെ പെട്ടകത്തിന് മുമ്പിൽ നൃത്തം ചെയ്യിച്ചെങ്കില് ഇന്ന് പകൽ ആ പെട്ടകം ഇവിടെ ഇറങ്ങി നിൽക്കുക. അതാണ് സാക്ഷാൽ ക്രിസ്തു. കൈകൊടുത്തേച്ച് പറ, നിനക്കൊരു അഭിവൃദ്ധി ഈ വർഷം ഉണ്ടെന്ന് പറ. നിന്റെ വീട്ടിലൊരു അഭിവൃദ്ധി ദൈവം തരും. നിന്റെ തലമുറയിലൊരു അഭിവൃദ്ധി ദൈവം തരും. ഇത് കേൾപ്പിക്കാനാ നിന്നെ ഇന്ന് ദൈവാത്മാവ് ഇവിടെ കൊണ്ടുവന്നേ. ഇത് കേൾപ്പിക്കാനാ പരിശുദ്ധാത്മാവ് ഇവിടെ കൊണ്ടുവന്നേ. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ ഒരു വാക്യമുണ്ട്, 31-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. അതിനകത്ത് ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. കൈ കൊടുത്ത് പറ, വീണ്ടും എനിക്ക് ദൈവം അഭിവൃദ്ധി വരുത്തുമെന്ന് പറ. ഹല്ലേലൂയ. സകല അഭിവൃദ്ധിയുടെ ഉറവിടം ക്രിസ്തുവാ. നിന്റെ ജീവിതം വീണ്ടും അഭിവൃദ്ധിയിലേക്ക് വരട്ടെ. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു ഭാഗമുണ്ട്, ജീസസ് 66-ാം സങ്കീർത്തനത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. 10-ാമത്തെ വാക്യം മുതൽ, ദൈവമേ നീ ഞങ്ങളെ പരിശോധിച്ചിരിക്കുന്നു. വെള്ളി ഊതിക്കഴിക്കും പോലെ നീ ഞങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി ഞങ്ങളുടെ മുതുകത്ത് ഒരു വലിയ ഭാരം വെച്ചിരിക്കുന്നു. നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി. ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കടക്കേണ്ടി വന്നു. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു. ഇങ്ങനൊക്കെ വന്നാലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. ആമേൻ. ഇന്ന് ഈ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ എനിക്ക് ദൈവ നിയോഗത്തോടെ നിങ്ങളോട് പറയാനുള്ള സന്ദേശം, നിന്നെ ദൈവം ഒരു അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവരും. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകൾ കണ്ട് നിന്റെ വീടിന് നേരെ വിരൽ ചൂണ്ടുന്ന വ്യക്തിത്വങ്ങൾ നോക്കി നിൽക്കേ. നിന്റെ വീടിനകത്ത് ദൈവം ഒരു അഭിവൃദ്ധി വരുത്തി. ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്, ഇത് ദൈവം ഒരുക്കി വെച്ചതാണ് എന്ന് മറ്റുള്ളവരോട് പറയത്തക്ക നിലയിൽ മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
ഇവിടെ നിൽക്കുന്ന ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുക, ജീസസ് നീ അഭിവൃദ്ധിപ്പെടേണ്ട സമയം അടുത്തിരിക്കുക. അതിന്റെ 4 സൈഡും ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുക. അടുത്ത ചില ആഴ്ചകൾക്കകത്ത് നീ ആ അഭിവൃദ്ധിയിലേക്ക് നടന്നു കയറാൻ. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ സ്തുതിക്കാതിരിക്കാൻ പറ്റും? എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റും? നിന്റെ നിന്ന ഉരുട്ടിക്കളഞ്ഞിട്ട് ദൈവം നിന്നെ ഒരു വലിയ അഭിവൃദ്ധിയില്. ആരോടൊക്കെയോ ദൈവാത്മാ പറയുക, അല്പ ചില ദിവസത്തിനകത്ത്, അല്പ ചില ആഴ്ചകൾക്കകത്ത് നീ അഭിവൃദ്ധിക്കകത്ത് കാലുകുത്തും. അത് നിന്റെ തൊട്ടടുക്കലുണ്ട്, നിന്റെ കൺമുമ്പിൽ അതുണ്ട്. ലോർഡ് ജീസസ്, ജീസസ്. നീ വിചാരിക്കുന്ന പോലെ അല്ല. പിശാച് സ്വരുക്കൂട്ടി വെച്ച എല്ലാ പദ്ധതിയും പൊളിയാൻ പോവുക. നീ വാളല്ല, നീ തലയാകും. ഇത് നിന്നോടുള്ള ദൂത. പ്രാർത്ഥിച്ച കുഞ്ഞെ, എവിടെ നിന്നോ കാറ്റിനെ വിളിച്ചിറക്കിയവൻ പരിശുദ്ധാത്മാവ് നിന്നിൽ വർക്ക് ചെയ്യുന്നു. ഹോളി സ്പിരിറ്റ് നിന്റെ മേൽ വർക്ക് ചെയ്യുന്നു. വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിൽ നിന്ന് ആ നദി ഒന്ന് ഒഴുകാൻ പോകുകയാ. ഇന്ന് ഈ ആരാധന തീരും മുമ്പ് നിന്നെ ഒരു സമൃദ്ധിയിലേക്ക് എനിക്കെന്തോ ദൈവാത്മാവ് ഉറപ്പ് തരികയാ. ലോകം നിന്നെ കാണുന്നത് നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം നോക്കിക്കൊണ്ടാ. ആ സാഹചര്യത്തെ പുതപ്പ് ചുരുട്ടുന്ന പോലെ ദൈവം ചുരുട്ടും. എന്നിട്ട് അതിനെ ദൂരെ ഒന്ന് മാറ്റിയിടാൻ പോവുക. എന്നിട്ട് ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു ദൈവത്തിന്റെ പദ്ധതി, ഒരു സ്വർഗീയ പദ്ധതി എന്റെ ദൈവം രൂപം കൊടുക്കാൻ പോകുകയാ. നീ പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു, നിന്റെ ഗതികേട് ദൈവം മാറ്റട്ടെ. ഒരു ചെറുകടി ശബ്ദം കേൾക്കാമോ നിനക്ക്? നിന്നെ നിന്ദിച്ച ജാതികൾ നോക്കി നിൽക്കേ, നിനക്കെതിരെ ദോഷം പറഞ്ഞവൻ നോക്കി നിൽക്കേ, നിന്നെ അപവാദ കഥക്കകത്ത് ഒതുക്കിയവൻ നോക്കി നിൽക്കേ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഭൂമി നല്ല സഹായം ഉയരത്തിന്ന്. ഞാൻ വാക്യത്തിലേക്ക് വരിക. ഇതാ ഞാൻ രോഗശാന്തിയും ആരോഗ്യവും വരുത്തി. എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയുക, ഒരു ഫാനിന്റെ സ്വിച്ച് ഓഫ് ചെയ്താൽ പിന്നെ ഫാൻ ഇച്ചിരൂടെ കറങ്ങും എന്ന് പറഞ്ഞ പോലെ ചിലരുടെ ആരോഗ്യ നിലയെ വല്ലാതെ ദുഷ്ടൻ കയറി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ നിൽക്കാൻ പോകുന്ന ഫാനിന്റെ സ്വിച്ച് വീണ്ടും ഒന്ന് ഓൺ ചെയ്താൽ അത് വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്ന പോലെ നിന്റെ ശരീരത്തെ ആരോഗ്യത്തിന്റെ പുതുമ എനിക്കെന്തോ പരിശുദ്ധാത്മാവ് ഉറപ്പ് തരിക. നീ പോലും അറിയാതെ നിന്റെ അവയവത്തിന്മേൽ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. എന്താ സിസ്റ്റർ പേര്? അനിത. അനിത, എത്ര നാൾ കൊണ്ട് ഈ വലതേ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടിട്ട്? 7-9 മാസം കൊണ്ട്. ഒട്ടും കാണത്തില്ലായിരുന്നു. ഇതുകൊണ്ട് ഈ കണ്ണും കൊണ്ട്, വലത് കണ്ണും കൊണ്ട് ഒട്ടും കാണത്തില്ലായിരുന്നു. ജീസസ്. ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ എന്ത് സംഭവിച്ചു? എനിക്കത് ഞാൻ വചനം ഏറ്റെടുത്ത് ഞാൻ കൈ തൊട്ട് ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അത് ഏറ്റെടുത്തു. അപ്പോൾ അത് ഇവിടെ ഒരു കരട് പോലുള്ള സാധനം എനിക്കിപ്പോൾ അത് മൂടൽ മാറുന്നതായിട്ട് എൻ്റെ യേശു മാറിയിട്ട് നല്ലതായിട്ട് കാണാൻ പറ്റും. എന്നെ കാണാൻ പറ്റും. അങ്ങോട്ട് നോക്കിയാൽ ഇവരെ കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ട്. വർഷങ്ങൾ കൊണ്ട് അടഞ്ഞു പോയ കണ്ണിന് എന്റെ കർത്താവ് തുറന്നു കൊടുക്കുക. എന്തോ മോടെ പേര്? സൗമ്യ. സൗമ്യ. എത്ര നാൾ കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ട് സൗമ്യക്ക്? 9 മാസം കൊണ്ട്. ഇവിടെ വന്നത് വേദനയോടാണോ? ജീസസ്. ഒന്ന് കുനിഞ്ഞു കാണിച്ച്. ഇപ്പൊ അല്പമെങ്കിലും വേദനയുണ്ടോ? ഇല്ല. 9 മാസമായി ഭയങ്കര നടുവിന് വേദനയാൽ കിടന്ന ഈ മോളെ കർത്താവ് രക്ഷിച്ചു. എത്ര നാളായിട്ട് ഈ കണ്ണിന്റെ കാഴ്ച പോയിട്ട്? 6 വർഷമായിട്ട് കണ്ണിൽ തിമിര വരണ്ടും. ഞാൻ എന്ന് നോക്കിയപ്പോൾ 2 കണ്ണിലും തിമിര. നാളെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നാളെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നോക്കിക്കേ, 2 കണ്ണിനും തിമിരമാണ്. നാളെ ഒട്ടും കാണത്തില്ല ദൂരെ ഉള്ളത്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചത്? പ്രാർത്ഥിച്ചപ്പോൾ കണ്ണിൽ നിന്ന് ഒരു കരട് പോലെ ഞാൻ കൈ വെച്ചു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം 2 കണ്ണിലും കൈ വെച്ചു എനിക്ക് സൗഖ്യം തന്നെയെന്ന് പ്രാർത്ഥിച്ചു. അപ്പം കണ്ണിൽ നിന്ന് ഒരു കരട് പോലെ പോയി. അത് കഴിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ടോ? അത് കഴിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ എനിക്ക് കാണത്തില്ല എന്താ അവിടെ എഴുതിയിരിക്കുന്നതെന്ന്. ഇപ്പൊ കാണാൻ പറ്റുന്നോ? കാണാൻ പറ്റും. ഇപ്പൊ നല്ലായിട്ട് വായിക്കാൻ പറ്റും. 2 കണ്ണിനും തിമിരം വന്ന് നാളെ ഓപ്പറേഷന് ഡേറ്റ് എടുത്തതാ. പക്ഷെ ഓപ്പറേഷൻ ഇല്ലാതെ യേശു സൗഖ്യമാക്കി. ബ്രദറെ, എന്തുവാ പേര്? എൻ്റെ പേര് ജോസ്. ജോസിന് എന്തായിരുന്നു രോഗം? എനിക്ക് 2003 ഡിസ്ക് ഓപ്പറേഷൻ ചെയ്ത് ഡിസ്ക് ബാക്ക്
ബാക്ക് ഓപ്പറേഷൻ ചെയ്തു ഡിസ്ക് മാറ്റി വെച്ചു. ജീസസ്. അങ്ങനെ 2004 നടക്കാൻ തുടങ്ങി പ്രാർത്ഥന. ഇപ്പോഴും ഡിസ്ക് മാറി വെച്ചിടത്ത് വേദനയുണ്ടോ? ഉണ്ട്. ലോർഡ്, ഇന്ന് കുനിയാൻ പറ്റത്തില്ല. ശരി, കുനിയാൻ പറ്റത്തില്ല. യേശുവാണ് എല്ലാം ചെയ്യുന്നത്. അത് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? നമ്മുടെ ആരുടെയും ഡിസ്ക് മാറ്റി വെക്കാൻ കർത്താവ് സമ്മതിച്ചില്ല. പക്ഷെ ഇവൻ്റെ ഡിസ്ക് മാറ്റി വെക്കാൻ ദൈവം അനുവദിച്ചു. ഇവിടെ ഒരു വീർപ്പും പ്രാർത്ഥനയെ കാണുന്നുണ്ടല്ലോ. ഭയങ്കര പ്രയാസമുണ്ട്. അവിടെ വീർത്തിരിക്കുവാണോ? ഉണ്ട്. എത്ര വർഷമായിട്ടുണ്ട്? അതിപ്പോൾ 1.5 വർഷമായിട്ട്. ഇവൻ്റെ നടുവിനെ കർത്താവ് തൊട്ടാൽ 1.5 വർഷം കൊണ്ടുള്ള വീർപ്പ് അതിങ്ങനെ പരന്ന് കിടക്കുക. ശരിയാണോ? ആമേ. ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ അറിയാം. മറ്റൊരാളുടെ വയറിൽ ഇങ്ങനെ നോക്കുമ്പം ഉണ്ടാകുന്ന പോലെയല്ല, ഇവൻ്റെ വയറിൽ പരന്ന് കിടക്കുക ഒരു വീർപ്പ്. ലോർഡ്, നിങ്ങൾക്കത് വ്യക്തമായിട്ട് അറിയാമല്ലോ. അറിയാം. ജീസസ്, യേശു ഇപ്പം ഇവനെ തൊടട്ടെ. ഹീലിംഗ് പവർ. മോനെ, ആദ്യം ആ വീർപ്പ് മാറി നിങ്ങളുടെ വയറിൻ്റെ അടിവയറിൽ ആമേ ഒരു റോഡിന് ഹമ്പുള്ളതുപോലെ ഒരു വീർപ്പ് ഇവിടെ വീർത്ത് കിടക്കുകയല്ലേ. ഇത്രയും ഭാഗത്തേ ഉള്ളൂ, അതായത് ഇത്രയും ഭാഗത്ത് മാത്രം. ശരിയല്ലേ? അതിപ്പോൾ പോകുക. ഹീലിംഗ് പവർ. ആ വീർപ്പിലോട്ട് കൈ പിടിച്ചോ ബ്രദറെ. അത് വീർത്ത് കിടക്കുവാണോ അതോ വീർത്തിച്ചിട്ട് ഞാന്ന് കിടക്കുവാണോ? ഞാന്ന് കിടക്കുക. ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ വീർത്ത് ഞാന്ന് കിടക്കുന്ന ബ്രദർ 2 കൈ മേപ്പെടുന്ന് പൊക്കിക്കേ. യേശുവേ, ഇവനെ സൗഖ്യമാക്കണേ. ബ്രദറെ, അങ്ങനെ തന്നെ താപ്പോട്ട് കുനിഞ്ഞേ. ഇനിയും നോന്നാട്ട്, ഇനിയും കുനിഞ്ഞാട്ട്. നിങ്ങളുടെ ഡിസ്കിന് വേദനയുണ്ടോ ഇപ്പം? ഇല്ല, വേദനയില്ല. ഇനിയൊന്ന് ചിരിച്ചേ. ആ ഞാന്ന് കിടക്കുന്നത് അവിടെ ഉണ്ടോ നോക്കിക്കേ. ഇല്ല. ആ ഞാന്ന് കിടക്കുന്ന അവിടെ ഇല്ല. 1.5 വർഷം കൊണ്ട് ഇത്രയും ഭാഗത്ത് ഞാന്ന് കിടന്ന ആ വീർപ്പ് അവിടെ ഇല്ല. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. നിങ്ങൾക്ക് തോന്നില്ലേ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോവാം. നിങ്ങളുടെ രോഗമുള്ള ഭാഗത്തേക്ക് നിങ്ങളുടെ കൈവച്ച്, നിങ്ങൾ കൈവെക്കുമ്പോൾ നിങ്ങളുടെ കൈയുടെ മീതെ യേശു കരം വെച്ച് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, അവരുടെ പ്രതിസന്ധികൾ മാറട്ടെ. വലിയ മല പോലെ അവർക്ക് മുമ്പിൽ നിൽക്കുന്ന പ്രശ്നം മഞ്ഞുപോലെ ഉരുകിപ്പോകട്ടെ. യേശുവിൻ്റെ നാമം വിജയിച്ച നാമമാണല്ലോ. ഈ നാമത്താൽ ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. എല്ലാ പ്രതിസന്ധികളും, എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വലിയ ശക്തി അവിടെ നിറങ്ങണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ച് നിന്റെ നാമത്തിൽ ഇവരെ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ കൂട്ടാളിയാകാം. എന്നും ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ലഭിച്ച വരുമാനത്തിൽ നിന്ന് ഈ ശുശ്രൂഷയെ സഹായിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനാ ടീം പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. ഉടനെ നിങ്ങൾ ഫോൺ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ വചനം ലോകത്തിൽ പരത്തുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. നമുക്കതിനായി കൈകോർക്കാം. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടോ? ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കൂട്ടായി പ്രാർത്ഥിക്കാം, കൂട്ടായി പ്രവർത്തിക്കാം. കർത്താവ് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്താൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും വർദ്ധനവിനാൽ നിങ്ങളെ വർദ്ധിപ്പിക്കുകയും നിറവിനാൽ നിങ്ങളെ നിറയ്ക്കുകയും ചെയ്യട്ടെ. യഹോവ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.